നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആശങ്കയുടെ പുതിയ കോവിഡ് കണക്കുകൾ രേഖപ്പെടുത്തിയത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് 43,529 പേർക്ക് പുതിയ രോഗം. 95 പേർ മരണത്തിന് കീഴടങ്ങി. ജില്ലയിൽ 5000 കടന്ന പ്രതിദിന രോഗികൾ. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി കളക്ടറുടെ ഉത്തരവ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 3 മണി വരെയാക്കി. ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിറം മങ്ങിയ മറ്റൊരു പെരുന്നാൾ കൂടി കടന്നുവരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോവിഡ് വീട്ടിലെത്തിയ മറ്റൊരു പെരുന്നാൾ കാലമാണ് വരുന്നത്. പെരുന്നാൾ നമസ്കാരം വീടുകളിൽ നിർവഹിക്കാൻ ആഹ്വാനം ചെയ്ത വിഡ്സം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. മഹാമാരിക്കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരുടെ പെരുന്നാൾ ആഘോഷത്തിന് മാറ്റുകുറയില്ല. സ്നേഹവീട്ടിലെത്തിയ നഗരസഭാ അധ്യക്ഷ AP നസീമ ഉമ്മമാരുടെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് ഇതുവരെയുള്ള ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. 43,529 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഉയർന്ന മരണസംഖ്യയും രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ 1,46,320 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.75%. സംസ്ഥാനത്ത് ഇന്ന് 43,529 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,46,320 പരിശോധനകളാണ് കഴിഞ്ഞ 24 മണിക്കൂർ നടന്നത്. മരണം 95ആയി. ഇപ്പോൾ 4,32,789 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് രോഗമുക്തരായത് 34,600 പേരാണ്. സംസ്ഥാനത്ത് കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ ഘട്ടത്തിലാണ്. ദിനംപ്രതി റെക്കോർഡ് രോഗികളാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. പുതുതായി 43,529 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 6,410 പേർക്കാണ് എറണാകുളത്ത് രോഗം. മലപ്പുറം 5,388, കോഴിക്കോട് 4,418, തിരുവനന്തപുരം 4,284, തൃശൂർ 3,994, പാലക്കാട് 3,520, കൊല്ലം 3,350, കോട്ടയം 2,904, ആലപ്പുഴ 2,601, കണ്ണൂർ 2,346, പത്തനംതിട്ട 1,339, ഇടുക്കി 1,305, കാസർഗോഡ് 969, വയനാട് 701 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 2 ഇടങ്ങളിലൊഴികെ ബാക്കി 12 ജില്ലകളിലും 4 അക്കം കടന്നിട്ടാണ് രോഗികളുടെ എണ്ണം. 24 മണിക്കൂറിനിടെ 1,46,320 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.75%. ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയതും ഇന്നാണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. മരണസംഖ്യയും ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 95 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 6,053ആയി. 145 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസമേകുന്നുണ്ട്. 34,600 പേരാണ് രോഗമുക്തരായത്. 15,71,738 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. പുതിയ 5 ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. 75 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 740 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിൽ 5000 കടന്ന് പ്രതിദിന രോഗികളുടെ എണ്ണം. 5,388 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്ക രോഗികളാണ് കൂടുതലും. 5,185 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ COVID-19 വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന. ബുധനാഴ്ച 5,388 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സെക്കീൻ അറിയിച്ചു. ജില്ലയിൽ ആദ്യമായാണ് ഒരു ദിവസം രോഗബാധിതരാകുന്നവരുടെ എണ്ണം 5000 കടക്കുന്നത്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കും ഇതാണ്. 39.03% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണമാണ് ബുധനാഴ്ച കൂടുതൽ. ഇത്തരത്തിൽ 5,185 പേർക്കാണ് രോഗബാധ. 128 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 74 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 74,480 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 48,529 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 1,450 പേരാണ് പ്രത്യേക നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 162 പേരും 222 പേർ
പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രത്യേക താമസ കേന്ദ്രങ്ങളായ ഡൊമിസിലറി കെയർ സെന്ററുകളിൽ 163 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. ബുധനാഴ്ച 3946 പേർ രോഗവിമുക്തരായതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇവരുൾപ്പെടെ ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയവരുടെ എണ്ണം 1,67,148 ആയി. ജില്ലയിൽ ഇതുവരെ 732 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി കളക്ടറുടെ ഉത്തരവ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 3 മണി വരെയാക്കി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് 3 മണി വരെ തുറന്നു പ്രവർത്തിക്കാം. കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള പ്രവർത്തന വിലക്ക് തുടരും. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ബാങ്കുകളുടെ പ്രവർത്തന സമയം. ബാങ്കിനുള്ളിലും പുറത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന മാനേജർ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം. പാൽ സംഭരണ കേന്ദ്രങ്ങൾക്ക് രാവിലെ 10 വരെയും വൈകിട്ട് 3 മുതൽ 6 വരെയും പ്രവർത്തിക്കാം. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പൊതുപ്രവർത്തികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൂർത്തീകരിക്കണമെന്ന് തൊഴിലാളികളെ തൊഴിൽ സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിന് പോലീസിൽ നിന്നോ തഹസിൽദാരിൽ നിന്നോ പാസ് കൈപ്പറ്റണം. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് ലോക്ഡൌണിൽ സംസ്ഥാന സർക്കാർ ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട്. മാംസ വിൽപ്പനശാലകൾക്ക് മാത്രം ഇന്ന് രാത്രി 10 മണി വരെ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. സമ്പൂർണ്ണ ലോക്ഡൌൺ 2 മാസത്തേക്ക് കൂടി നീട്ടേണ്ടി വരുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലുള്ള ജില്ലകൾ 6 മുതൽ 8 ആഴ്ചത്തേക്ക് അടച്ചേണ്ടി വരുമെന്ന് ICMR മുന്നറിയിപ്പ് നൽകി. ഉയർന്ന കോവിഡ് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തെ പ്രധാന നഗരങ്ങൾ അടുത്ത 6-8 ആഴ്ച അടച്ചിടേണ്ടി വരുമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മേധാവി ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ലോക്ക്ഡൌൺ തുടരേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലെ മൊത്തം 718 ജില്ലകളിൽ 3-2 ഭാഗത്തും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലാണ്. ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇതാദ്യമായാണ് സർക്കാരിലെ ഉന്നത തലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ രാജ്യത്തെ ലോക്ക്ഡൌൺ സാഹചര്യങ്ങളെക്കുറിച്ച് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴാതെ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചാൽ രോഗവ്യാപനം കൂടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഡൽഹിയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35% നിന്നും 17%ആയിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കിയാൽ അതൊരു ദുരന്തമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കോവിഡിൽ നിന്നും രാജ്യം മുക്തമായെന്ന തെറ്റായ ധാരണയിൽ തിടുക്കത്തിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതാണ് ഇന്ത്യയിലെ സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ ആന്റണി ഫൗച്ചിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വിദഗ്ധ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ അടുത്ത 6-8 ആഴ്ചകളോളം രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ലോക്ക്ഡൌൺ തുടർന്നേക്കുമെന്നാണ് സൂചന. പൂക്കയിൽ 2 വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന ഹെൽത്ത് സബ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തലക്കാട് പഞ്ചായത്തിലെ 5ഓളം വാർഡുകളിൽ നിന്നുള്ള നിർധന രോഗികളാണ് ഹെൽത്ത് സബ് സെന്ററിനെ ആശ്രയിക്കുന്നത്. പൂക്കൈ ഹരിജൻ കോളനി പുഴയോര പ്രദേശങ്ങളിലെ 100 കണക്കിന് ജനങ്ങൾക്കും ആശാകേന്ദ്രമായിരുന്നു പൂക്കൈ സബ് ഹെൽത്ത് സെന്റർ. ഈ ഹെൽത്ത് സെന്റർ 2 വർഷത്തോളമായി പൂട്ടിക്കിടക്കുകയാണ്. ഈ ഭാഗത്തുള്ള 5ഓളം വാർഡുകളിലെ നിർധനരായ രോഗികളുടെ ഏക ആശാകേന്ദ്രമാണ് അടഞ്ഞുകിടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ പ്രയാസമായവരും നിത്യരോഗികളും ചെറിയ ആവശ്യങ്ങൾക്ക് പോലും 5 കിലോമീറ്റർ അകലെയുള്ള തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കോ തലക്കാട് PHC സ്ഥിതി ചെയ്യുന്ന കട്ടച്ചിറയിലേക്കോ പോകുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളത്. പാവപ്പെട്ട രോഗികൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. തലക്കാട് പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററിൻ്റെ സബ് സെൻ്ററായ പൂക്കേത കൂഞ്ഞിലിക്കടവ് റോഡിലുള്ള ഹെൽത്ത് സെൻ്റർ 2 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള ഒരു 2-3 വാർഡുകളിൽ അവർക്കുള്ളതാണ് ഈ ഹെൽത്ത് സെൻ്റർ. ഇന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ കട്ടച്ചിറക്കൽ ഹെൽത്ത് സെൻ്ററിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്ന ഗതികളാണെന്നുള്ളത്. കാലിൽ വല്ല മുറിവ് പറ്റുകയോ ഒരു പ്രഷർ ചെക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പനി വന്നാൽ ഒരു ജലദോഷം വന്നാൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇന്നിവിടെ നിലവിലില്ല. ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ഹെൽത്ത് സെൻ്റർ എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിച്ച് ഈ പ്രദേശവാസികൾക്കുള്ള എല്ലാവിധ ആരോഗ്യ സംരക്ഷണങ്ങളും ഇവിടെ കൊടുക്കണമെന്ന് അധികൃതരോട് വേണ്ടപ്പെട്ടവരോട് അപേക്ഷിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. കൊറോണ മഹാമാരി നിലനിൽക്കുന്ന ഈ അവസ്ഥയിലെങ്കിലും ഹെൽത്ത് സെന്റർ ഉടനെ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം, ഗർഭിണികളെ കാര്യങ്ങൾ, കുത്തിവയ്പ്പ് മാത്രമായി ഒരുങ്ങി. ഇതൊരു 10-25 വർഷമായിട്ട് തുടങ്ങിയിട്ട് അന്ന് മുതൽ നമുക്കൊരു നേഴ്സിൻ്റെ സൗകര്യം ഇവിടെ എല്ലാ ദിവസവും കിട്ടിയിരുന്നതാണ്. അവരിൽ നിന്നും നമുക്ക് ഈ പ്രദേശത്തുള്ള ഈ പ്രദേശം തലക്കാട് പഞ്ചായത്തിൻ്റെ 15, 16, 17, 18, 19 വാർഡ് 5 വാർഡിൻ്റെ പ്രാഥമിക
ഹെൽത്ത് സെൻ്ററാണിത്. ആ ഹെൽത്ത് സെൻ്ററിൻ്റെ സൗകര്യങ്ങൾ ഇന്നിപ്പോൾ കുറച്ച് കാലങ്ങളായി ഒന്നും കിട്ടുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രോഗിക്ക് ഒരു മുറി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രഷർ ചെക്ക് ചെയ്യണമെങ്കിലും നമ്മൾ BP അങ്ങാടിക്കോ അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ പോകണം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ കൊറോണ സമയത്ത് ആ കൊറോണയെ നമ്മളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ കൊണ്ടുവരുന്ന അവസ്ഥ. ഇത്രയും വലിയൊരു ബിൽഡിങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. അതിനെ അധികൃതരെ അറിയിക്കുക, എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പകർച്ചവ്യാധി പകർന്നു പിടിക്കുന്ന ഈ അവസരത്തിൽ ഹെൽത്ത് സെന്റർ ഉടനെ തുറന്നു കൊടുക്കണമെന്ന SNDP യോഗം BP അങ്ങാടി ശാഖ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. SNDP യോഗം പ്രസിഡന്റ് C. ഷാബു, സെക്രട്ടറി KP ബാലകൃഷ്ണൻ, യൂണിയൻ പ്രതിനിധി മണത്ത് മോഹനൻ, T. മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രൈം ന്യൂസിൽ ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിറം മങ്ങിയ മറ്റൊരു പെരുന്നാൾ കൂടി കടന്നുവരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോവിഡ് വീട്ടിലെത്തിയ മറ്റൊരു പെരുന്നാൾ കാലമാണ് വരുന്നത്. കോവിഡ് മഹാമാരിയുടെ ഭീഷണിയിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പകുതി കാലവും വീട്ടിലിരുത്തിയ റംലാൻ മാസമാണ് കടന്നുപോകുന്നത്. 30 ദിനരാത്രങ്ങളിലെ ഭക്തി പാരമ്യതയ്ക്ക് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നിറത്താർത്തണിഞ്ഞ ഒരാഘോഷം ഇത്തവണയുണ്ടാകില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വീട്ടിലൊതുങ്ങും. പള്ളികളിലോ ഈദ്ഗാഹുകളിലോ ഒരുമിച്ചുകൂടി നമസ്കാരമോ കൈകൊടുക്കലോ കെട്ടിപ്പിടിച്ചുള്ള ആശംസാ കൈമാറ്റമോ ഇക്കുറിയുമുണ്ടാവില്ല. എല്ലാവരും വീടുകളിൽ ആഘോഷിക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റംലാനിന് പിന്നാലെയാണ് ഈദുൽ ഫിത്തർ. ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുന്നതോടെ പെരുന്നാൾ നിറവിലേക്ക് വിശ്വാസികൾ ചേക്കേറും. ഇസ്ലാമിലെ അടിസ്ഥാന കർമ്മങ്ങളിലൊന്നായ സക്കാത്ത് അഥവാ പാവങ്ങൾക്ക് ദാനം നൽകൽ, ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുക എന്നീ കർമ്മങ്ങൾ കൊണ്ടാണ് ഷവ്വാലിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പൊതുവെ ഫിത്വർ സക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന രീതി പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് നിർവഹിക്കണമെന്നാണ് വിശ്വാസം. ഇതിനു പുറമെ കുട്ടികൾക്ക് മുതിർന്നവർ സമ്മാനങ്ങളോ പണമോ നൽകുന്ന പതിവുമുണ്ട്. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഓരോ മാസവും തുടങ്ങുന്നത് ചന്ദ്രക്കല കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. റംലാൻ 29-ന് മാസപ്പിറവി ദൃശ്യമായാൽ അടുത്ത ദിവസം ഷവ്വാൽ 1-ാം തീയതിയായി പ്രഖ്യാപിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യും. ആളുകൾ കൂടുതൽ ദാനധർമ്മങ്ങളിലും മറ്റും ഏർപ്പെടുന്ന സമയം കൂടിയാണ് ഈദ്. ഐക്യം, സൗഹാർദ്ദം എന്നിവ കൂടിയാണ് ഓരോ പെരുന്നാളും മുന്നോട്ട് വയ്ക്കുന്നത്. കോവിഡ് നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പള്ളികളിൽ വെച്ച് നടത്താറുള്ള പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കുവാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്തു. കോവിഡ് നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പള്ളികളിൽ വെച്ച് നടത്താറുള്ള പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കുവാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്തു. വീടുകളിലാണെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാഹചര്യത്തിൽ ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരോടൊന്നിച്ചുള്ള പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടുകളിൽ വെച്ചുള്ള നമസ്കാരത്തിന് ഖുത്ബ പ്രത്യേകമായി നടത്തേണ്ടതില്ല. അയൽപ്പക്ക, കുടുംബ സന്ദർശനങ്ങൾ ഒഴിവാക്കുകയും ഫോൺ വഴിയുള്ള ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനകൾ എല്ലാവരും നിർവഹിക്കണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ സഹായങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ പെരുന്നാളിൽ നടത്താറുള്ള ദാനധർമ്മങ്ങൾ വീടുകളിൽ വെച്ചാണെങ്കിലും നമസ്കാര ശേഷം നിർവഹിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ജനറൽ സെക്രട്ടറി TK അഷ്റഫ് എന്നിവർ ആഹ്വാനം ചെയ്തു. നോമ്പ് നോൽക്കുന്ന ഏതൊരു വിശ്വാസിയും അവൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും തോത് നോക്കി, എണ്ണം നോക്കി 2 കിലോ 200 ഗ്രാം വീതം അരി അല്ലെങ്കിൽ മുഖ്യധാന്യം പാവങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നതാണ്. അത് ഈദുൽ ഫിത്തർ ദിനത്തിൻ്റെ മുമ്പായി നിർവഹിക്കണമെന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. അത് ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സഹാനുഭൂതിയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. കോടിക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് ആ പുണ്യപ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഈ കോവിഡ് എന്ന മഹാമാരി എത്രയും വേഗം നമ്മിൽ നിന്ന് നീക്കി തന്ന് ഒരു നല്ലൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുമാറാകട്ടെ എന്ന് ഈ വേളയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ കരുതൽ ആവശ്യമുള്ള ഘട്ടമാണിത്. ഒരിക്കലും പെരുന്നാളിൻ്റെ പേരിൽ നമ്മൾ കൂട്ടം കൂടരുത്. കുടുംബ വീടുകളിൽ പോവുകയല്ല, അത് ഫോണുകളിലൂടെ നിർവഹിക്കുക. കുടുംബ ബന്ധങ്ങൾ മറ്റു ഇൻ്റർനെറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുക. ഇന്നത്തെ പെരുന്നാൾ ആ രീതിയിലായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. കോവിഡ് ആശുപത്രികളിലേക്ക് പൾസ് ഓക്സിമീറ്ററുകളും ഡിസ്പോസിബിൾ ബെഡ്ഷീറ്റുകളും നൽകി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. KSTA താനൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് കോവിഡ് ആശുപത്രിയായ മൂലക്കൽ ദയ ആശുപത്രിയിലേക്ക് ഓക്സിമീറ്ററുകൾ നൽകിയത്.
കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF അലിവ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായാണ് താനൂർ ഉപജില്ലാ കമ്മിറ്റി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത കോവിഡ് ആശുപത്രിയായ ദയ ആശുപത്രിയിലേക്ക് പൾസ് ഓക്സിമീറ്ററുകളും ഡിസ്പോസിബിൾ ബെഡ്ഷീറ്റുകളും നൽകി മാതൃകയായത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി എന്നിവർ പൾസ് ഓക്സിമീറ്ററും ഡിസ്പോസിബിൾ ബെഡ്ഷീറ്റുകളും താനൂർ ഉപജില്ലാ KATF ഭാരവാഹികളിൽ നിന്നും സ്വീകരിച്ചു. താനൂർ ഉപജില്ലാ അറബിക് അധ്യാപക സംഘടന ഇങ്ങനൊരു സഹായം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നയിക്കുന്ന കോവിഡ് ആശുപത്രിക്ക് സംഭാവന നൽകിയത് അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അലിവ് ചാരിറ്റബിൾ കമ്മിറ്റിയുടെ കീഴിലാണ് KATFിൻ്റെ താനൂർ ഉപജില്ലാ കമ്മിറ്റി ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. കോവിഡ് സെൻ്ററായിട്ട് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അങ്ങേയറ്റത്ത് കഴിവിൻ്റെ പരമായിട്ട് ഈ ദയ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത ഉടനെ തന്നെ സന്തോഷമായ ന്യൂസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് ഒരുപാട് ബെഡുകളിൽ ആശുപത്രി ഇങ്ങനെ ആയി ഏറെ സന്തോഷമുണ്ട്. അതിന് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാണിച്ച താല്പര്യത്തെയും അതിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടലുകളൊക്കെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ MD അഹമ്മദ് സാറ്, ഷാൻ അടക്കമുള്ള ആളുകളൊക്കെ അതിൽ വലിയ ഉത്തരവാദിത്വം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ ഉടനെ തന്നെ മിനിഞ്ഞാന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് ഏറ്റവും അടിയന്തരമായി കോവിഡ് രോഗികൾക്ക് വേണ്ട പൾസ് ഓക്സിമീറ്ററും അതോടൊപ്പം തന്നെ ഡിസ്പോസിബിൾ ബെഡ്ഷീറ്റും ഈ കേന്ദ്രത്തിലേക്ക് നൽകണമെന്നുള്ള ഒരു ഓൺലൈൻ ചർച്ച ഞങ്ങൾ വെക്കുകയും അത് വളരെ താല്പര്യപൂർവ്വം KATFിൻ്റെ താനൂർ ഉപജില്ലയിലെ മുഴുവൻ ആളുകളും അത് വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുക്കുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ കൈമാറണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. അതാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ലളിതമായ രീതിയിൽ ഇവിടെ ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചത്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഉപജില്ലാ പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷനായിരുന്നു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആബിദ ഫൈസൽ, T നിയാസ്, അംഗം നിതിൻ ദാസ്, KATF സംസ്ഥാന സെക്രട്ടറി PK ഷാക്കിർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് തെക്കയിൽ, ഉപജില്ലാ ഭാരവാഹികളായ N അനസ് ബാബു, CN മുജീബ് റഹ്മാൻ, VVN നവാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് കുട്ടി, ജാസ്മിൻ ഷാൻ എന്നിവർ പങ്കെടുത്തു. തിരൂരിലെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ UAE തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കോവിഡ് പ്രതിരോധ വസ്തുക്കൾ നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ ചെയർപേഴ്സൺ AP നസീമക്ക് കൈമാറി. തിരൂരിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് UAE തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ വസ്തുക്കൾ നഗരസഭയ്ക്ക് കൈമാറിയത്. നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ ചെയർപേഴ്സൺ AP നസീമക്ക് കോവിഡ് പ്രതിരോധ വസ്തുക്കൾ കൈമാറി. ഇവിടെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിലേക്ക് വളരെ വലിയ ഒരു സംഭാവനയാണ് KMCC നൽകിയിട്ടുള്ളത്. എന്നും ജനങ്ങൾക്ക് താങ്ങായി നിന്നിട്ടുള്ള, കേരളം ഇറങ്ങലിച്ച സന്ദർഭത്തിൽ അവർക്ക് ചൂടേകിയ, അവർ തളർന്നപ്പോൾ അവർക്ക് കൈകൊടുത്ത, അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് വിദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KMCC ഇതാ ഈ മഹാമാരിയുടെ പിടിയിലാക്കപ്പെട്ട് ലോകമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തിരൂരിൽ നടത്തപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അവർക്ക് വലിയൊരു കൈ സഹായം നൽകുവാൻ സന്നദ്ധമായി മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. ഇത് എല്ലാവരും മാതൃകയാക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ തിരൂർ നഗരസഭ പെട്ടെന്നൊരു കൺട്രോൾ റൂം ആരംഭിക്കുകയും അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ KMCC ഒക്കെ ഇടപെട്ട് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ എത്തിക്കുകയും ചെയ്തതിന് നമ്മൾ വാർഡ് തലത്തിൽ RRT രൂപീകരിച്ചിട്ടുണ്ട്. RRTകളിലേക്ക് ഇവിടുന്ന് ആവശ്യമായ ഗ്ലൗസുകളും മാസ്കുകളും സാനിറ്റൈസറൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിഭവ സമാഹരണം നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാ തലത്തിലുള്ള ആളുകളും സന്നദ്ധ സംഘടനകളും സഹകരിക്കണം. ഈ ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്ന ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് UAEയിലുള്ള തിരൂർ പ്രദേശത്തെ KMCC കമ്മിറ്റികളുടെ ഏകോപന സമിതിയാണ് UAE തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി. വൈസ് ചെയർമാൻ രാമൻകുട്ടി P, ഫാത്തിമത്ത, സജ്ന, KMCC നേതാക്കളായ ഷാഫി ഹാജി കീഴടത്ത, മുസ്തഫ, റഷീദ, യൂസഫ് പുഴിത്തറ, അസീം ചെമ്പ്ര, ബാബു TE, സലാം മാസ്റ്റർ, PKP തങ്ങൾ, AK സെയ്താലിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മഹാമാരി കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരുടെ പെരുന്നാൾ ആഘോഷത്തിന് മാറ്റുകുറയില്ല. സ്നേഹവീട്ടിലെത്തി നഗരസഭ അധ്യക്ഷ AP നസീമ ഉമ്മമാരുടെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു.
മഹാമാരിക്കാലത്തും തിരൂരിലെ സ്നേഹവീട്ടിൽ നിന്നും ഉയരുന്നത് കൽബ് നിറഞ്ഞ പുഞ്ചിരിയാണ്. ഒറ്റപ്പെടലിന്റെ വേദനകൾ ഉള്ളിലൊതുക്കി തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിന് മനസ്സ് നിറച്ച് നന്ദി പറയുകയാണ് ഈ അമ്മമാർ. മൈലാഞ്ചിയും സുറുമയും പുതുവസ്ത്രവുമായി ഇത്തവണയും തിരൂരിലെ പൊതുപ്രവർത്തകൻ മൊയ്തുഷയും കൂട്ടുകാരൻ ഖാദർ കോരങ്ങത്തും സ്നേഹവീട്ടിലെ അന്തേവാസികളുടെ പെരുന്നാൾ ആഘോഷം ക്ഷേമമാക്കാനെത്തി. ഡോക്ടർ കമറുദ്ദീൻ സാൻവറിന്റെ നേതൃത്വം നടത്തുന്ന സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന മൊയ്തുഷ കഴിഞ്ഞ 5 വർഷമായി ഇവരുടെ പെരുന്നാൾ ആഘോഷത്തിലും പങ്കാളിയാണ്. സ്നേഹവീട്ടിലെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉമ്മമാരുടെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു. ഇവരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ കോവിഡ് അതിന് നമുക്കൊരു അവസരം തന്നില്ല. വളരെയധികം വിഷമമുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഇവരോടൊപ്പം കൂടാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു അവസരം ഒരുക്കി തന്ന ഡോക്ടർ കമറുദ്ദീൻ സാൻവറിന് എല്ലാവിധ ആശംസകളും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ്. ഈ അശരണർക്ക് എല്ലാ ആളുകളും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പിന്തുണയും അറിയിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. മൈലാഞ്ചിടാൻ നീട്ടിയ കൈകൾ ചേർത്ത് പിടിച്ചതോടെ നഗരസഭാ അധ്യക്ഷയുടെ കണ്ണുകളും ഈർന്നണിഞ്ഞു. ദുഃഖം മറച്ചുവെച്ച ഉമ്മമാരുടെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞ് അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായി. മക്കൾക്കും പേരമക്കൾക്കും ഒപ്പം കഴിയേണ്ടവരാണ് പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയ 16 അമ്മമാരാണ് ഇപ്പോൾ സ്നേഹവീട്ടിൽ കഴിയുന്നത്. സ്നേഹവീട് തുടങ്ങിയിട്ട് 10ാമത്തെ കൊല്ലം, 50 കൊല്ലം കഴിഞ്ഞു. കുറേ പേര് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. 15 ബെഡാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ 2 ആയമാരും അങ്ങനെയാണ്. ഈ പ്രാവശ്യം നോമ്പിന് മുമ്പ് 3 പേര് മരിച്ചു. മരിച്ചതിന് ശേഷം പോലീസ് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ എടുക്കണ്ട, കൊറോണ ഒക്കെ കഴിയട്ടെ. കൊറോണ കഴിയട്ടെ എന്നിട്ട് കഴിയൊന്നുമില്ല. പഠിത്തം എല്ലാവരെയും കാക്കട്ടെ, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ ഉള്ളവരെ ഞാൻ അങ്ങേയറ്റം വളരെ ശ്രദ്ധിച്ചിട്ടാണ് നോക്കുന്നത്. ആരെയും അങ്ങോട്ട് കടക്കാൻ വിടില്ല, ഇങ്ങോട്ടും വരാൻ വിടില്ല. നിങ്ങളായതുകൊണ്ട്, ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഞാൻ ഇവരെ ഇങ്ങോട്ട് വരുത്തിച്ച് ഇവരെ മാത്രം, ബാക്കി ആരും ഇല്ല. നമ്മുടെ സ്റ്റാഫ് തന്നെ കുറേ ആൾക്കാരില്ല, നമ്മളെ മെമ്പേഴ്സ് ഇല്ല, അതിനെ ക്ഷണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണല്ലോ ഇന്ന്. നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം അത്ര ശ്രദ്ധിച്ചില്ല. ഇവരെല്ലാം ഒന്നും മുഴുവനല്ല, എല്ലാം പല വിധത്തിലുള്ള ആൾക്കാരാണ്. ആശ്രയരാണ്, ആരുമില്ലാത്തവരാണ്, അനാഥരാണ്. ഇവരുടെ എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയധികം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ചെയർമാൻ വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മഹാമാരിക്കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരെ ചേർത്ത് നിർത്തിയുള്ള പെരുന്നാൾ ആഘോഷത്തിന് മൊഞ്ചേറെയാണ്. പുത്തൻതെരു VR നായർ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരസേന പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. സാധാരണക്കാരായ 100 കണക്കിന് ആളുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. പുത്തൻതെരു VR നായർ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അക്ഷരസേന പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത്. സാധാരണക്കാരായ 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്ത. നാട്ടിൽ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. TP VV സത്യാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. KV ബേബി, കബീർ EV, സദാനന്ദൻ, മിഥുൻ രാജ്, വിമൽകുമാർ എന്നിവർ പെരുന്നാൾ കിറ്റ് വിതരണത്തിൽ പങ്കാളിത്തം വഹിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഭൂമിയിലെ മാലാഖമാർക്ക് ആദരവുമായി ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകം ഇന്നുവരെ നേരിട്ടില്ലാത്ത മഹാമാരിയുടെ ആക്രമണത്തിന് മുന്നിൽ പരിചയമായി നിൽക്കുന്ന പോരാളികളാണ് ഇന്ന് നഴ്സുമാർ. (1965) മുതലാണ് ഭൂമിയിലെ മാലാഖമാർക്ക് ആദരമർപ്പിച്ച് അന്താരാഷ്ട്ര നഴ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത്. ആതുര ശുശ്രൂഷയ്ക്കായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ബ്രിട്ടനിലെ ഫ്ലോറൻസ് നൈറ്റിംഗേലിനോടുള്ള ആദര സൂചകമായിട്ടാണ് നഴ്സസ് ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1974 ഫ്ലോറൻസിന്റെ ജന്മദിനമായ മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അന്നു മുതലാണ് മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഇന്ന് നഴ്സുമാർ മാലാഖമാർ മാത്രമല്ല, ലോകം ഒരു യുദ്ധമുഖത്തെ അഭിമുഖീകരിക്കുകയാണ്. ആ യുദ്ധമുഖത്തെ പോരാളികളാണ് ഇന്ന് നഴ്സുമാർ.
കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ മുന്നണി പോരാളികളാണ് ഇന്ന് നഴ്സുമാർ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ലോക നഴ്സസ് ദിനം സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ കോവിഡ് മഹാമാരിക്കെതിരായ പ്രതിജ്ഞാ ദിനമായി ആചരിക്കാൻ കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ധനിക കുടുംബാംഗമായി 1820 മെയ് 12-നായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജനനം. വില്യം എഡ്വേർഡ് നൈറ്റിംഗേലും ഫ്രാൻസിസ് നിസ്മിത്തുമായിരുന്നു മാതാപിതാക്കൾ. ഇറ്റാലിയൻ നഗരമായ ഫ്ലോറൻസിലാണ് അവൾ ജനിച്ചത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ അവൾക്ക് ആ നഗരത്തിന്റെ പേരിട്ടത്. യുദ്ധത്തിൽ പരിക്കേറ്റവരെ രാത്രിയിൽ വിളക്കും കയ്യിലേന്തി ശുശ്രൂഷിച്ചിരുന്ന നൈറ്റിംഗേൽ ശരിക്കും വിളക്കിയേന്തിയ ഒരു മാലാഖ തന്നെയായിരുന്നു. നഴ്സിംഗ് എന്ന പ്രൊഫഷന് ഇന്ന് കാണുന്ന അംഗീകാരം നേടിക്കൊടുത്തതും അവരുടെ സമർപ്പിത ജീവിതമാണ്. ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും പരിക്കേറ്റ പട്ടാളക്കാരനെ ശുശ്രൂഷിക്കാനായി നൈറ്റിംഗേൽ മാറ്റിവെച്ചു. ഫ്ലോറൻസിന്റെ ഈ ജോലി കണ്ട അവർ അവളെ ദ ലേഡി വിത്ത് ദ ലാമ്പ് എന്ന് വിളിച്ചു. മറ്റുള്ളവർ ദ ഏഞ്ചൽ ഓഫ് ക്രിമിയ എന്നും അവളെ വിളിച്ചു പോന്നു. കോവിഡ് മഹാമാരിക്കെതിരെ പോരാട്ടത്തിൽ ജീവൻ തന്നെ ബലിയർപ്പിച്ച മാലാഖമാർ നമുക്കിടയിലുണ്ട്. നിപ്പ കാലത്ത് രോഗത്തിനു മുൻപിൽ കീഴടങ്ങിയ ലിനിയും ഈ അടുത്ത് കോവിഡിനോട് തോറ്റുമടങ്ങിയ അശ്വതിയുമെല്ലാം അക്ഷരാർത്ഥത്തിൽ പോരാളികളാണ്. ഇന്ത്യയുടെ ഹീറോ എന്നാണ് ലോകമാധ്യമങ്ങളും ലോക ആരോഗ്യ സംഘടനയും ലിനിയെ വിശേഷിപ്പിച്ചത്. 2018 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിൽ പൊട്ടിപ്പുറപ്പെട്ട നിപ്പ വൈറസ് പകർച്ചവ്യാധിയിൽ രോഗികളെ പരിചരിക്കുന്നിടയിൽ രോഗം പിടിപെട്ട് മരിച്ചതോടെയാണ് ലിനി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായത്. ഒരു മെയ് 12 മാത്രമല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും ആ മാലാഖമാരെ ഓർത്തുകൊണ്ടേയിരിക്കണം. മനസ്സുകൊണ്ടെങ്കിലും ആ സമർപ്പിത ജീവിതത്തിന് ആദരം അർപ്പിച്ചുകൊണ്ടിരിക്കണം. വെറും ഒരു ദിവസത്തിൽ ഒതുങ്ങിത്തീരുന്നതല്ല അവരുടെ സേവന മഹാത്മ്യം. CPM തലക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ച കോവിഡ് പ്രതിരോധ സൗജന്യ സഹായ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ തലക്കാട് പഞ്ചായത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർ നൽകി. ഓക്സിജൻ സിലിണ്ടർ CPM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം P മുഹമ്മദ് അലി ഏറ്റുവാങ്ങി. CPM തലക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ച കോവിഡ് പ്രതിരോധം സൗജന്യ സഹായ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ തലക്കാട് പഞ്ചായത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർക്ക് നൽകി. ഓക്സിജൻ സിലിണ്ടർ CPM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം P മുഹമ്മദ് അലി ഏറ്റുവാങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തലക്കാട് ലോക്കൽ കമ്മിറ്റി ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് ഇപ്പോൾ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ തലക്കാട് പ്രദേശത്തുള്ള സാമൂഹ്യ സേവന രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയിരുന്ന പഴയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാമചന്ദ്രൻ മാസ്റ്ററുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിന് ഒരു താങ്ങായി ഒരു തണലായി ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിജൻ സിലിണ്ടർ സംഭാവനയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തോടും അതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളോടും CPIM-നുള്ള എല്ലാ കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, പഞ്ചായത്ത് മെമ്പർ A മോഹനൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിമാരായ K വേണു സ്വാഗതവും T മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. അതിരൂക്ഷമായ കോവിഡ് രണ്ടാം തരംഗത്തിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കുന്നതിന് സമ്പൂർണ്ണ വാക്സിനേഷൻ. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് താനാളൂർ യൂണിറ്റ് മുസ്ലിം ജമാഅത്ത് SYS സംയുക്തമായി ഫണ്ട് കൈമാറി. അതിരൂക്ഷമായ കോവിഡ് രണ്ടാം തരംഗത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കുന്നതിന് സമ്പൂർണ്ണ വാക്സിനേഷൻ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് താനാളൂർ യൂണിറ്റ് മുസ്ലിം ജമാഅത്ത് SYS സംയുക്തമായി ഫണ്ട് കൈമാറി. തിരൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർക്ക് യൂണിറ്റ് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബു മുഫീദ് ഫണ്ട് കൈമാറി. ചടങ്ങിൽ അയ്യൂബ് താനാളൂർ, നാസർ ഹാജി മൂത്താട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതിനോടനുബന്ധിച്ച് റംസാൻ കിറ്റ് വിതരണവും നടന്നു. ദാനധർമ്മങ്ങൾ സജീവമാകുന്ന സമയത്ത് താനാളൂർ യൂണിറ്റ് SYS കേരള മുസ്ലിം ജമാഅത്ത് വർഷം തോറും നടത്തിവരാറുള്ള റിലീഫ് പ്രവർത്തനത്തിലേക്ക് ഈ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിനേഷൻ ഫണ്ടിലേക്ക് ഒരു സംഭാവന കൂടി റംസാനിൻ്റെ ഭാഗമായുള്ള റിലീഫ് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി അത് ഫണ്ടിലേക്ക് കൈമാറി. മുതിർന്ന കോൺഗ്രസ് നേതാവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയുമായിരുന്ന വെട്ടത്ത് MP നാരായണൻ മേനോൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. പരേതയായ കൊല്ലേരി കീഴ്പ്പാട് കുഞ്ഞിരാമ മേനോന്റെയും മടുവങ്ങാട്ട് പുത്തൻ വീട്ടിൽ ശ്രീദേവിയുടെ മകനാണ്. MP നാരായണൻ മേനോന്റെ നിര്യാണത്തിൽ വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ MT വാസു, മെഹർഷ കളരിക്കൽ,
മുക്കാട്ടിൽ അലിക്കുട്ടി, സി മോഹൻദാസ്, OKS മേനോൻ, ചന്ദ്രൻ പുന്നക്കൽ, അബ്ദുൽ നാസർ, AP ചന്ദ്രൻ, മുല്ലപ്പള്ളി ബൈജു തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ആശങ്കയുടെ പുതിയ കോവിഡ് കണക്കുകൾ. രേഖപ്പെടുത്തിയത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. 43,529 പേർക്ക് പുതിയ രോഗം. 95 പേർ മരണത്തിന് കീഴടങ്ങി. ജില്ലയിൽ 5000 കടന്ന പ്രതിദിന രോഗികൾ. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി കളക്ടറുടെ ഉത്തരവ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 3 മണി വരെയാക്കി. ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിറം മങ്ങിയ മറ്റൊരു പെരുന്നാൾ കൂടി കടന്നുവരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോവിഡ് വീട്ടിലെത്തിയ മറ്റൊരു പെരുന്നാൾ കാലമാണ് വരുന്നത്. പെരുന്നാൾ നമസ്കാരം വീടുകളിൽ നിർവഹിക്കാൻ ആഹ്വാനം ചെയ്ത വിഡ്സം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. മഹാമാരിക്കാലത്തും സ്നേഹവീട്ടിലെ അമ്മമാരുടെ പെരുന്നാൾ ആഘോഷത്തിന് മാറ്റുകുറയില്ല. സ്നേഹവീട്ടിലെത്തിയ നഗരസഭാ അധ്യക്ഷ AP നസീമ ഉമ്മമാരുടെ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.